ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ഗാർഡൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഹോം ഗാർഡനിലെ ഫ്ലവേഴ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എല്ലാ ടൈമിലും, അതായത് സീസൺ അല്ല എങ്കിൽ പോലും പല ഫ്ലവേഴ്സും ഫുൾ ടൈം വിരിഞ്ഞിരിക്കാറുണ്ട്. അപ്പോൾ അതിന് കൊടുക്കുന്ന വളം എന്താണ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓൺലൈനിൽ മീഷോന്ന് ലോട്ടസിൻ്റെ സീഡ് വാങ്ങിയിട്ട് നട്ടിട്ടുണ്ടായിരുന്നു. ചെടി വലിയ പനങ്കൊല പോലെ ആയിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഫ്ലവർ ഉണ്ടായിട്ടില്ല. പിന്നീട് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ ജമന്തിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു. വൈറ്റ്, യെല്ലോ, അതുപോലെ തന്നെ പേർപ്പിള്, പിന്നെ നമുക്ക് ഡയാന്തസ് ഉണ്ട്, ചെമ്പരത്തീൻ്റെ എല്ലാ കളറ് ചട്ടികളിലും, അതായത് ഓറഞ്ചും മഞ്ഞയും ലൈറ്റ് മഞ്ഞേൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ് തട്ടുകളുള്ള അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ വീട്ടിലുള്ളത് റോസാണ്. റോസിൻ്റെ കൊമ്പ് മാറ്റി മാറ്റി നട്ടിട്ട് ഒരുപാടുണ്ട്. അതിലാണെങ്കിൽ ഫുൾ ടൈം റോസിൽ നമുക്ക് ഫ്ലവർ വരിക. അതുപോലെ തന്നെ ചേമന്തിയൊക്കെ പല ആൾക്കാരും പറയും പുറത്തുനിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഫ്ലവർ മുഴുവൻ കഴിഞ്ഞാൽ പോകുന്നു. ഇത് പക്ഷേ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിയ ചെടിയല്ല, സെക്കൻഡ് ടൈം പൂ വിരിയുന്നതാണ്. എല്ലാം അതുപോലെ തന്നെ മുട്ടിട്ടിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെ ഡയാന്തസിൻ്റെ ചെടിയാണ്. ഇത് വാങ്ങിക്കൊണ്ടുവന്നപ്പം തൊട്ട് ഇപ്പം വരെ ചെടി പൂക്കുന്നുണ്ട്. ഇപ്പോൾ 6 മാസത്തിന് മേലെയായി ഈ ഡയാന്തസൊക്കെ വാങ്ങിയിട്ട്. ഇത് റോസിൻ്റെ കളറാണ് നോക്കുകയാണെങ്കിൽ പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ ഒരു ഡാർക്ക് ലൈറ്റ് റോസ് ഉണ്ട്. ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ചെടികൾ വെറുതെ നട്ടു കൊടുത്തതുകൊണ്ട് കാര്യമില്ല. ചെടി നടുന്ന സമയത്ത് തന്നെ വളം ചാണകപ്പൊടിയൊക്കെ മിക്സ് ആക്കിയിട്ട് തന്നെ നടണം. പിന്നെ അതുകൂടാതെ നന്നായിട്ട് വെള്ളം കൊടുക്കണം. വെയിലുള്ള സമയത്താണ് എന്നുണ്ടെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെച്ച് നടുവും വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നട്ട് എല്ലാ കാലവും ചെടിയെ ഡെയിലി നോക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പം ഇവിടെ ഭയങ്കര ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് തന്നെ വളരെ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യമുള്ള ഒരു സ്ഥലമാണ്. എന്നിട്ടും ഈ ഫ്ലവേഴ്സൊക്കെ ഇത്രയും നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകെ അത്ര എഫേർട്ട് വരുന്നുണ്ട്. ഒരു ചെടിയും വെക്കില്ല. ഇപ്പോൾ പച്ചക്കറി ആണെങ്കിൽ ഞാനിപ്പോൾ പച്ചക്കറി എല്ലാം നട്ടിട്ടുണ്ട്, ഒന്നും വെക്കില്ല. രാത്രി കഴിഞ്ഞ് രാവിലത്തേക്ക് വരുമ്പോഴേക്ക് ഇവർ ഫുള്ളും തിന്ന് നശിപ്പിച്ചിട്ടുണ്ടാകും. നല്ല ഫ്ലവേഴ്സൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. കല്ലുപ്പിട്ട് കൊല്ലുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ആഫ്രിക്കൻ ഒച്ചിന് കണ്ടിട്ടില്ല. ക്യാബേജ് ലീഫൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അവർ എല്ലാവരും ആ ഒരു ക്യാബേജ് ലീഫ് തിന്നാൻ വരുന്ന സമയത്ത് ബൾക്കായിട്ട് ഉപ്പിട്ട് കൊല്ലാൻ പറ്റുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഓപ്ഷൻ വരുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ശ്രദ്ധിക്കുക നല്ലോണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇനി മെയിനായിട്ട് നമുക്ക് വളത്തിലാണ് നമ്മുടെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടികളിൽ മെയിൻ നമ്മുടെ വളത്തിലാണ് ഉണ്ടാവുക. വളം ഏത് രീതിയിലുള്ള വളം കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് ഫ്ലവർ ചെയ്യുക. ഇത് ടേബിൾ റോസിൻ്റെ ചെടിയാണ്. ഇത് ഒരു കുറച്ച് വെയിൽ ഒഴിച്ചാൽ മാത്രമേ ഇത് വിരിയുള്ളൂ. അപ്പം വിരിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും കാണിച്ചത്. നല്ല ഭംഗിയാണ്. ടേബിൾ റോസിൻ്റെ റെഡും വൈറ്റും ഐ തിങ്ക് പിങ്കുമാണ്. ഇത് ഈ ഒരു ലെവലിലാണ് വിരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ്. പൂക്കൾ വിരിയുന്ന ചെടിയൊക്കെ മെയിനായിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അക്വേറിയം ഫിഷിൻ്റെ വെള്ളം മാറ്റുന്ന സമയത്ത് അതിലെ ആ ഒരു വേസ്റ്റ് വെള്ളം ചെടികൾക്കാണ് ഒഴിക്കാറ്. അതായത് മീനിൻ്റെ വേസ്റ്റുള്ള വെള്ളം ചെടിക്ക് എപ്പോഴും വളമായിരിക്കും. ആ ഒരു വെള്ളം ചെടിക്കാണ് ഉപയോഗിക്കൽ. അതുകൂടാതെ മെയിനായിട്ട് ഈ റോസിനൊക്കെ കൊടുക്കുന്ന, റോസ് എന്നല്ല എല്ലാ ഫ്ലവറിങ് പോട്ടിനും കൊടുക്കുന്ന വളം എന്ന് വെച്ചാൽ നമ്മുടെ ചായപ്പൊടി, തേയിലപ്പൊടി, ചായ വെച്ചിട്ട് ബാക്കി വരുന്ന ചായയുടെ വേസ്റ്റ്, തേയിലയുടെ വേസ്റ്റ്, അത് ഷുഗറില്ലാത്ത തേയിലേൻ്റെ വേസ്റ്റ് സഞ്ചിയിലെടുത്ത് വെച്ചിട്ട് മുട്ടേൻ്റെ തോടുകൂടെ മിക്സ് ചെയ്തിട്ടാണ്
മെയിനായിട്ട് ചേർക്കാറ്. അത് ചേർത്ത് കഴിഞ്ഞാൽ റോസിലൊക്കെ നന്നായിട്ട് ഫ്ലവറിങ് ഉണ്ടാവും. ഷുഗർ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് കഴുകിയിട്ട് തന്നെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഉറുമ്പ് വന്നിട്ട് ചെടി മോശമായിപ്പോവും. പിന്നെ ഇത് നമ്മുടെ പുതിയ ആസ്റ്ററിൻ്റെ ചെടിയാണ്. ആസ്റ്ററിലൊക്കെ നിറയെ ഫ്ലവറിങ് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.